മ്യാൻമറിൽ 2 സ്കൂളുകൾക്ക് നേരെ ബോംബാക്രമണം. 19 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു. പടിഞ്ഞാറൻ മ്യാൻമറിലെ റാഖയിലാണ് ഈ സംഭവം നടന്നത്. ആക്രമണത്തെ യൂനിസെഫ് അപലപിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, മ്യാൻമറിൽ 2 സ്കൂളുകൾക്ക് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നത്. 19 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. മറ്റു വിവരങ്ങൾ ഐസൺ ജോസ്. സുരേഷ്, തീർച്ചയായും 19 പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, ഈ റഖൈൻ എന്ന പ്രദേശത്ത് ഉണ്ടായിരുന്ന റഖൈൻ എന്ന പ്രദേശം അറക്കൻ ആർമി എന്ന് പറയുന്ന ഒരു വിഘടനവാദ സ്വഭാവമുള്ള ഒരു സംഘടനയുടെ കൈവശമാണ്. അവരുടെ നിയന്ത്രണത്തിലാണ്. അവർ നിലവിലെ പട്ടാള ഭരണകൂടവുമായി വലിയ തോതിലുള്ള ശത്രുതയിൽ തുടരുന്ന ഒരു ഭീകര സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു വിഘടന സ്വഭാവമുള്ള ഒരു സംഘടന കൂടിയാണ്. അത്തരത്തിലുള്ള വിഘടന സ്വഭാവമുള്ള സംഘടനയുടെ നിയന്ത്രണ മേഖലയിലാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 19 വിദ്യാർത്ഥികൾ മരിച്ചു. അവരുടെ പ്രായം 15 മുതൽ 21 വരെ പ്രായമുള്ള ആ ഒരു പ്രായപരിധിയിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്കൂളുകളിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 22ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ ആക്രമണം നടന്നതെന്ന് ഔദ്യോഗികമായ പത്രക്കുറിപ്പിൽ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. റഖൈനിലെ ഈ മേഖലയിലെല്ലാം തന്നെ ഈ ഒരു സംഘർഷം, അതായത് പട്ടാള ഭരണകൂടവുമായി ഒരു വെല്ലുവിളി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ബോംബാക്രമണം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ ബോംബാക്രമണം നടത്തിയ ആ ഒരു നിലപാടിന്, അല്ലെങ്കിൽ മിലിറ്ററിയുടെ ഈ നടപടി ഇത്തരത്തിൽ കുട്ടികളുടെ നേരെ നടന്ന ഒരു ആക്രമണം, 21 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ചും 15 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ വലിയ തോതിൽ അതിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ 19 കുട്ടികൾ മരിക്കുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും അതിൽ ചിലരുടെ നില, 10ഓളം കുട്ടികളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യൂനിസെഫ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ആക്രമണത്തെ കൃത്യമായി അപലപിച്ച യൂനിസെഫ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ അനിവാര്യമാണ് എന്ന നിലപാടും എടുത്തിട്ടുണ്ട്. മ്യാൻമാറിൽ നമുക്കറിയാവുന്നതാണ്, ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം മ്യാൻമാറിൽ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഡിസംബറിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ കൃത്യമായി മ്യാൻമാറിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യം പോലും നേരത്തെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. വിനോദ്, വളരെ വ്യക്തമാണ്. മ്യാൻമാറിലുണ്ടായ ഭീകരാക്രമണത്തിലാണ് 2 സ്കൂളുകൾക്ക് നേരെ ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നു. അതിൽ 19 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായി. നിരവധി കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.